കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിലിൽ സർക്കാരിന് വീഴ്ചയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാജീവ് ചന്ദ്രശേഖരനോട് കേന്ദ്ര സഹായം തേടുന്ന അവസ്ഥ ഉണ്ടായെന്നും മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ സംഭവിക്കില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കാര്യങ്ങൾ ഇങ്ങനെയല്ല ഏകോപിപ്പിക്കേണ്ടതെന്നും തെറ്റുതിരുത്തി സർക്കാർ തെരച്ചിൽ ഊർജിതമാക്കണമെന്നും വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് ഇവിടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് യഥാസമയം കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തകരാറ്. അതിൻ്റെ ഭാഗമായി ഇടപെടലുകളുണ്ടായില്ല. ഗൗരവത്തിൽ കാണുന്ന അവസ്ഥയുണ്ടായോ എന്നുള്ള സംശയമുണ്ട്. ഇനി വന്ന അബദ്ധങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് അതിവേഗതയിൽ നടപടികൾ സ്വീകരിച്ച് 3 ആളുകൾ നമ്മുടെ സഹോദരങ്ങളിപ്പോൾ കടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള നടപടികൾ ജാഗ്രതയോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ വീടും പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവ് നീതീകരിക്കാനാകില്ലെന്ന് പിണറായി പറഞ്ഞു. രാജേഷിന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്നും രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങേയറ്റം അനാദരവാണ് നിർഭാഗ്യവശാൽ രാജേഷിന്റെ മരണശേഷം ആ ശരീരത്തോട് കാണിച്ചു. രാജേഷിൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എടുക്കേണ്ടി വന്ന കടങ്ങളുണ്ട്. അത് തിരിച്ചടക്കുന്നതിനുള്ള സഹായം സർക്കാർ ചെയ്യേണ്ടതാണ്. കുടുംബത്തിൻ്റെ സംരക്ഷണം, ആ കാര്യത്തിൽ രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അത് അടിയന്തരമായും സർക്കാർ തീരുമാനിക്കണം.